2021 ഏപ്രിൽ 14 തിരുവനന്തപുരം നന്ദിയോട്ടെ പാലുവള്ളി സ്വദേശി ഷൈലാസിന്റെ ഉടമസ്ഥതയിലുള്ള പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചത്. ഇടിമിന്നലിനെ തുടർന്ന് വെടിമരുന്നിന് തീപിടിച്ചുണ്ടായ സ്ഫോടനമാണ് അപകടത്തിലേക്ക് നയിച്ചത്. അപകടത്തിൽ ഷൈലാസും പടക്ക നിർമ്മാണശാലയിലെ ജീവനക്കാരിയായ സുശീലയും മരണപ്പെട്ടു. സ്ഫോടനത്തിൽ പടക്ക നിർമ്മാണശാലയും സമീപത്തുണ്ടായിരുന്ന ഇരുചക്രവാഹനവും പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. ലൈസൻസോട് നിയമപ്രകാരം പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമായിട്ടും അപകടം നടന്ന 3 വർഷങ്ങൾക്കിപ്പുറവും കേസിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പോലും പുറത്തു വന്നിട്ടില്ല. റിപ്പോർട്ട് പുറത്തുവരാത്തതിനാൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. പടക്ക കമ്പനിയിൽ വെച്ച് അപകടത്തിൽ 2 പേര് അവർ മരിച്ചു. അവരൊക്കെ ഇതുവരേക്കും ആർക്കും ഒരു ആനുകൂല്യങ്ങളോ ഒന്നും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുമില്ല. ഒന്നും അതിനെപ്പറ്റി ഒന്നും പറയണില്ല. നമ്മൾ ഫോറൻസിക് റിപ്പോർട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയണ് ഇനി വന്നില്ല, വരുമ്പോഴത്തേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ്. യാതൊരു വിധമായ ആനുകൂല്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുമില്ല. അവർ ചോദിക്കാൻ പറയണ ഇത് റിപ്പോർട്ട് വരട്ട്, റിപ്പോർട്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യം പറയാമെന്ന് പറഞ്ഞ്. മരണപ്പെട്ട ഷൈലാസിന്റെ വീടും പുരയിടവും ഇന്ന് ജപ്തിയുടെ വക്കിലാണ്. മറ്റ് വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം ലഭിക്കുമെന്ന ഏക പ്രതീക്ഷയിലാണ് ഇന്നീ കുടുംബം മുന്നോട്ടു പോകുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.